ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജെറിൻ ഫ്രം മെൻഫോട്ടക്. ഇന്നത്തെ വീഡിയോ ഒരു ബേക്കറി ആയിക്കോട്ടെ, ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഇവയെല്ലാം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു GST ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോൾവർ സൊല്യൂഷൻ്റെ സ്പീഡ് പ്ലസ് 9.0 എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ മാനേജ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് പുതുതായിട്ട് എങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഫസ്റ്റ് പോർഷനിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്ന വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്പീഡ് പ്ലസ് 9.0 എന്ന സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെ പുതിയ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഞാൻ കമ്പനി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ബേക്കറി അതിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനായിട്ട് ക്രിയേറ്റ് എ ന്യൂ കമ്പനി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫോമാണ് വരുന്നത്. ഇവിടെ എൻ്റർ നെയിം ഓഫ് കമ്പനി. ഇവിടെ നമുക്ക് ഒരു ബേക്കറി ആയിക്കോട്ടെ, ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, ഹോം സ്റ്റേ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്താണോ അതാണ് ആദ്യത്തെ പോർഷനിൽ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഹോട്ടൽ റോയൽ പാലസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അഡ്രസ് ലൈൻ 1 ആൻഡ് ലൈൻ 2 ഈ രണ്ട് കോളത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഡെമോ ആയതുകൊണ്ട് ജസ്റ്റ് 2 വാക്ക് കൊടുത്ത് അഡ്രസ്സ് തീർക്കുകയാണ്. പാലസ് എസ്റ്റേറ്റ്, കൊച്ചിൻ. സിറ്റി എറണാകുളം. അടുത്തത് അഡ്രസ്സ് കഴിഞ്ഞിട്ട് സിറ്റിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന സിറ്റി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥാപനം വരുന്ന പോസ്റ്റൽ കോഡ്, പിൻകോഡ് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ പിൻകോഡ് കൊടുത്തു. അതിനുശേഷം അടുത്ത കോളത്തിൽ കൺട്രിയാണ് ചോദിക്കുന്നത്. ഇന്ത്യ ആയതുകൊണ്ട് ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. IND അടിക്കുമ്പോൾ ഇന്ത്യ വരും. അടുത്ത ടാക്സേഷൻ സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ GST സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ GST സെലക്ട് ചെയ്യുന്നു. അടുത്ത ടാക്സ് നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ GST നമ്പർ കൊടുക്കുക. ഞാനിവിടെ ഡെമോ ആയിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 15 ക്യാരക്ടറാണ് വരുന്നത്. അതിനുശേഷം അടുത്ത കോളത്തിൽ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ കേരള കൊടുക്കുന്നു. കേരള കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേറ്റിൻ്റെ കോഡ്, അതാണ് സ്റ്റേറ്റ് കോഡ് 32 ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ തന്നെ ജനറേറ്റ് ചെയ്ത് വരും. പാൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ GST നമ്പറിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് പാൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സോഫ്റ്റ്വെയർ എടുത്തോളൂ. അതിനുശേഷം കോൺടാക്ട് പേഴ്സൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മൊബൈൽ നമ്പറും ഫോൺ നമ്പറും ആണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ തൽക്കാലം എൻ്റെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. ഫോൺ നമ്പർ ഡെമോയാണ് കൊടുക്കുന്നത്. അടുത്ത ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇമെയിൽ ID ആണ്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇമെയിൽ ID ആണ് ഈ ഇമെയിൽ എന്ന ഓപ്ഷനിൽ കൊടുക്കേണ്ടത്. അടുത്ത കോളത്തിൽ വെബ്സൈറ്റ്, നിങ്ങളുടെ സ്ഥാപനത്തിൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം ട്രേഡാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് അഗ്രികൾച്ചർ, ഓട്ടോമൊബൈൽ,
എല്ലാ ട്രേഡും ഇതിനകത്ത് ഉണ്ടാവില്ല. ബേക്കറി ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ബേക്കറി സെലക്ട് ചെയ്യാം. ഹോട്ടലിൻ്റെ ഇതിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കിവിടെ മാനുവലായിട്ട് കൊടുക്കാം. ഹോട്ടലിൻ്റെ ട്രേഡ് ഇതിനകത്തില്ല. അതിനാൽ ഞാനിവിടെ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ചൂസ് യുവർ ബിസിനസ്. ഇവിടെ ഹോട്ടൽ കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ്. ഇത് എഞ്ചിനീയറിൻ്റെ ഒതൻറ്റിക്കേഷൻ കോഡാണ്. ഇത് ഡെമോയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഡേറ്റ് ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ കൊടുക്കുക. അടുത്ത കോളത്തിൽ ബുക്ക് സ്റ്റാർട്ട് ഓൺ ആൻഡ് ഇയർ ക്ലോസിംഗ് ഡേറ്റ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഇന്ത്യയിൽ സാധാരണയായിട്ട് എല്ലാ ബിസിനസ്സിൻ്റെയും കണക്കുകളെല്ലാം ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31 അകം ക്ലോസ് ചെയ്ത് ഏപ്രിൽ 1 പുതിയ ബുക്സ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ 2025 ആയതുകൊണ്ട് ഞാനിവിടെ ഏപ്രിൽ 2025 ഏപ്രിൽ 1, 2025 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ മാർച്ച് 31, 2026 ക്ലോസ് ചെയ്യുന്നു. ഈ രീതിയിൽ ആണ് കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഡേറ്റ് ഫോർമാറ്റ് സെറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും ഏപ്രിൽ 1 ബുക്ക് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയർ മാർച്ച് 31 ബുക്ക് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡേറ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം ക്രിയേറ്റ് കമ്പനി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കമ്പനി വിജയകരമായി ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന മെസ്സേജ് വന്നു. ഓക്കെ കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനെയൊരു പേജ് ആയിരിക്കും. ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ യൂസർ നെയിം, പാസ്വേഡ്, ഒതൻറ്റിക്കേഷൻ പേഴ്സൺ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. യൂസർ നെയിം ഞാൻ നമ്പർ 1 കൊടുക്കുകയാണ്. അടുത്ത കോളത്തിൽ പാസ്വേഡാണ് കൊടുക്കുന്നത്. സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂസർ നെയിം പാസ്വേഡുമാണ് ചോദിക്കുന്നത്. പാസ്വേഡും ഞാൻ 1 തന്നെ കൊടുത്തു. ഫുൾ നെയിം ഓഫ് ദ യൂസർ ഞാനിവിടെ യൂസർ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സിറ്റി ചോദിക്കുന്നുണ്ട്, ഞാൻ എറണാകുളം കൊടുക്കുന്നു. അതിനുശേഷം കോൺടാക്ട് നമ്പർ ചോദിക്കുന്നു. ഞാനിവിടെ 6282728539 എൻ്റെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. ഡെസിഗ്നേഷനാണ് ചോദിക്കുന്നത്. അക്കൗണ്ടൻ്റാണെങ്കിൽ അക്കൗണ്ടൻ്റ് കൊടുക്കാം, ഡയറക്ടറാണെങ്കിൽ ഡയറക്ടർ കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം അക്കൗണ്ടൻ്റാണ് കൊടുക്കുന്നത്. ഫുൾ റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഫുൾ റൈറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അത്രയും റൈറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഞാൻ വരുന്ന ക്ലാസ്സിൽ കാണിച്ചു തരാം. അതിന് ശേഷം ഫുൾ റൈറ്റ്സ് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അത് സേവ് ചെയ്യുകയാണ്. യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ യൂസറെ ഉണ്ടാക്കാം. എത്ര യൂസറെ വേണമെങ്കിലും നമുക്ക് ഈ സോഫ്റ്റ്വെയറിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ക്ലോസ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഈ സോഫ്റ്റ്വെയർ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം സ്പീഡ് പ്ലസ് 9.0 എന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ശേഷം സ്പീഡ് പ്ലസ് 9.0 എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ലാംഗ്വേജ് ചോദിക്കും. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഇപ്പോൾ സെലക്ട് കമ്പനിയോടെ ഒരു കമ്പനി കാണാം, ഹോട്ടൽ റോയൽ പാലസ്. ഇവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ് കൊടുക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഈ വരുന്ന ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും ഞാൻ 11 കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണുവാൻ സാധിക്കും, ഹോട്ടലിലെ റിപ്പോർട്ടുകളൊന്നും കാണാനില്ല. ആ കൂട്ടർ റെസിപ്റ്റ്, ബാങ്ക്, പർച്ചേസ് കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഹോട്ടലും റെസ്റ്റോറൻറ്റും എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മൊഡ്യൂൾസ് ഓൺ ഓർ ഓഫ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഓഫാണ്, ഇത് ഓണാക്കി വയ്ക്കുക. റെസ്റ്റോറൻറ്റ് മൊഡ്യൂള് ഓഫാണ്, ഇത് ഓണാക്കി വയ്ക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ മൊത്തത്തിലൊന്ന് ക്ലോസ് ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക. മൊത്തത്തിൽ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുന്നു. ഹോട്ടൽ റോയൽ പാലസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ യൂസർ നെയിം, പാസ്വേഡ്. ഇപ്പോൾ നമുക്ക് ഓപ്പണായി വരുമ്പോൾ നേരത്തെ ഫുഡ് സർവീസിലായിരുന്നു, ചെക്ക് ഔട്ടില്ലായിരുന്നു, റൂം ബുക്കിങ്ങിലായിരുന്നു, ചെക്ക് ഇന്നില്ലായിരുന്നു. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഹോട്ടൽ എൻട്രി എന്നൊരു ടാബ് തന്നെ വന്നിട്ടുണ്ട്. ഹോട്ടൽ റിപ്പോർട്ട്സ് ഇവയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ വിൻഡോയിലാണ് നമ്മളുടെ ഹോട്ടലും റെസ്റ്റോറൻറ്റ്, ബേക്കറി ഇവയെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓരോ വിഭാഗത്തിൻ്റെയും വീഡിയോസ് ഞാൻ വരുന്ന വീഡിയോസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. ബൈ.